യെസ്, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മുന്നിൽ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മുന്നിൽ, ഒപ്പം തന്നെ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദ മാസ്റ്റർ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പിണറായി സത്യത്തിനെതിരെ പോരാടിയ നേതാക്കളിൽ ചിലരൊക്കെ ജയിച്ചു കയറുന്നു എന്ന് പറയുന്നത് പിണറായിക്ക് തിരിച്ചടിയാണ്. അവർ ജയിച്ചു കയറുമ്പോൾ അവർ മുന്നിൽ നിൽക്കും. ആറാം റൗണ്ടിലും പിണറായി പിന്നിൽ, ആറാം റൗണ്ടിലും പിന്നിൽ എന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. യെസ്, അപ്പോൾ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ മുന്നിൽ, തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ മുന്നിൽ, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മുന്നിൽ. അപ്പോൾ അതിശക്തമാണ്. വിദ്യാ ബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം 7000 ഉയർന്നിരിക്കുന്നു. വിദ്യാ ബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം 7000 ഉയർന്നിരിക്കുന്നു എന്ന് വളരെ 7058 എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണന്റെ ലീഡ് 7058. മന്ത്രിയെ വിറപ്പിച്ചാണ് വിദ്യാ ബാലകൃഷ്ണൻ ഇപ്പോൾ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ കോൺഗ്രസിന് എനിക്കൊന്ന് 3ഓളം വനിതാ പ്രാതിനിധ്യം ഇപ്പം മാനന്തവാടിയിൽ ചിലപ്പോൾ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇപ്പം കൊങ്ങാട് തുളസി ടീച്ചർ, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏലത്തൂര് വിദ്യാ ബാലകൃഷ്ണൻ, 3 പേരും അവിടെ ജയിച്ചു കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ 3 സ്ത്രീ വനിതാ പ്രാതിനിധ്യമാണ് ഇത്തവണ കോൺഗ്രസിന് അവിടെ ഉള്ളത്. ഇനി ലീഗിന് ഫാത്തിമ പിന്നെ കെ കെ രമ യു ഡി എഫിന്റെ. അപ്പോൾ വനിതാ പ്രാതിനിധ്യം ഇത്തവണ UDF മുൻപില്ലാത്തതിനേക്കാൾ കൂടുതൽ ഇത്തവണ വരാൻ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് അവിടെ നിലനിൽക്കുന്നത്. 56 സീറ്റുകൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. 56 സീറ്റുകൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ LDF ഇപ്പോൾ 42 സീറ്റുകളിലാണ് ലീഡ് ഉയർത്തിയിരിക്കുന്നത്. 96 സീറ്റുകളിലാണ് UDF ലീഡ് ഉയർത്തിയിരിക്കുന്നത്. 2 സീറ്റുകളിൽ NDAയും ലീഡ് ഉയർത്തുന്നുണ്ട്. 102 എന്ന സംഖ്യയിലേക്ക് ഒരു വേള UDF കുതിച്ചു പോയത് കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 100+, 100+ എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നതിലേക്ക് അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ 102 എന്ന് പറയുന്ന സീറ്റിലേക്ക് ലീഡ് ഉയർത്തി UDF വന്നിരുന്നു. അവിടുന്ന് 6 സീറ്റുകൾ താഴോട്ടായി 96-ലാണ്. 96 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് ഉയർത്തി മുന്നോട്ട് പോവുകയാണ് UDF. LDF 42. ആ കണക്ക് പറയുമ്പോൾ തന്നെ അറിയാം LDFിന്റെ ശക്തമായ കോട്ടകളിലെല്ലാം തന്നെ ഇളക്കം തട്ടിയിരിക്കുന്നു. എവിടെയോ എന്തോ സംഭവിച്ചിരിക്കുന്നു, കാര്യമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പാർട്ടി വിട്ട് പുറത്തു വന്നവർ ശക്തമായ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പയ്യന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, തളിപ്പറമ്പ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പാർട്ടി വിട്ട് പുറത്തു വന്ന ആളുകൾ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അവർ ഒരുപാട് ദൂരം മുന്നിൽ ആവുകയും ചെയ്തു എന്നുള്ള കാര്യം തന്നെ അറിയുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് ശക്തമായ രീതിയിലുള്ള ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മുന്നിലാണ്. ഒരു വേള വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ പിന്നിലായിരുന്നു, എന്നാൽ ഇപ്പോൾ മുന്നിൽ ആണ് എന്ന വാർത്ത കൂടിയാണ് വരുന്നത്.